പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ബ്രദറിൻ്റെ ധ്യാനം ഒരു 4 വർഷമായിട്ട് മീൻസ് ഓൺലൈനിൽ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4 വർഷമായിട്ട് ഒത്തിരി ഉൾക്കാഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊത്തിരി വളരാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഉൾക്കാഴ്ചകളൊക്കെ കിട്ടുമ്പം ബ്രദർ പറയുന്ന ഓരോ അനുഭവത്തിൽ കൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആദ്യമേ തൊട്ട്, അതായത് നമുക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത് ഒരു എളിമയാണ്. നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവം അത് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ ഇടപെടാനായിട്ട് സാധിക്കുക. അതൊരു വലിയ ബോധ്യമാണ് ആദ്യമേ തന്നെ എനിക്കുണ്ടായത്. അതായത് നമുക്കൊരു കടുകുമണിയോളം ഉള്ളൂ, നമ്മൾ അറിയാനുള്ളത് ഒരു കടലോളമാണ്. അപ്പം ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ ഈശോയുടെ മുന്നിൽ പറഞ്ഞു, ഈശോയെ എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പം അതിന് മുന്നേ എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടുമായിരുന്നു. കർത്താവിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പാപം നോക്കിയിട്ടല്ല കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ പാപി ആയതുകൊണ്ടാണ് കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ഒത്തിരി വലിയ പാപിയാണ്, വലിയ പാപിയാണ്. 4 മക്കളുണ്ട്, പക്ഷെ അവരൊന്നും അത്ര നന്നായിട്ട് സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ല. ഹസ്ബൻഡിനെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുറവുകളായിട്ട് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പം അത് എൻ്റെ അവസ്ഥ ഈശോയുടെ മുന്നിൽ ഞാൻ ഏറ്റു പറഞ്ഞു, ഒരു കുഞ്ഞിനെ പോലെ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ അവസ്ഥ യേശുവിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞിനെ പോലെ. ഒരു കുഞ്ഞിനെ പോലെ ഏറ്റു പറയാൻ പറ്റുമെങ്കിൽ ഈശോയ്ക്ക് ഇടപെടാൻ ഒത്തിരി എളുപ്പമാണ്. അപ്പോൾ ഒരു എളിമയുള്ള ഹൃദയം അതിനായിട്ട് തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ കാണിച്ചു തരുവാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഹൃദയ ശാന്തതയും എളിമയുമുള്ള എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു തുടങ്ങി. അപ്പം എനിക്കങ്ങനെ സംശയം തോന്നുന്നു. ഞാൻ ഈശോയോട് സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോ ആയിട്ടൊരു സംസാരത്തിലേക്ക് മാറി. പിന്നെ എൻ്റെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പം വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ പല ഡിഗ്രികളുണ്ട്. അപ്പോൾ അത് നമ്മുടെ വളർച്ച അനുസരിച്ചാണ് കർത്താവ് ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സിക്ക് ലീവിൽ പോയി ലാസ്റ്റ് കുറേ നാൾ. അപ്പം ആ സമയത്ത് ഞാൻ ബെഡിൽ കിടന്ന ഇങ്ങനെ ഈ ബ്രദറിൻ്റെ യൂട്യൂബിൽ നിന്ന് ഇത് എടുത്ത് കാണും. ആദ്യമേ തൊട്ട് ദമ്പതി ദാനം, അങ്ങനെ ഓരോ ധ്യാനങ്ങൾ, ജ്ഞാനസ്നാനത്തെക്കുറിച്ച്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ക്രൈസായി. ബ്രദർ പറഞ്ഞ ഒരു ലഹരി പിടിച്ചു. അപ്പം ഇത് ഇല്ലാതെ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത, വചനമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാ വചനങ്ങളും, എല്ലാ വചന ശുശ്രൂഷയും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കളിയാക്കാൻ തുടങ്ങി, നീ ഒരു തീവ്രവാദിയായി, ഉറപ്പാ, നിനക്ക് വട്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സംശയം തോന്നി. എനിക്കൊരു ബോധ്യം, നമ്മളെന്തോ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പം ഞാൻ ഓർത്തു, കർത്താവേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ എന്താ, ശരിയാണോ, എനിക്കെന്ത് പറ്റി, എനിക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പം ഞാൻ വീണ്ടും ധ്യാനത്തിനൊക്കെ പോയി. അപ്പോൾ കൗൺസിലറെ എടുത്തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുന്നതിന് മുന്നേ അവർ കൗൺസിലറിലൂടെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ വിശ്വാസം എന്തുമാത്രം കൂടി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ശരിയായിരുന്നു എന്നുള്ളത്, കർത്താവ് സംസാരിക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വാസം വർദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് എന്നെ ഉയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായി. ഒരു അപ്പൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് വാക്കുകൾക്ക് അതീതമാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള അനുഭൂതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, ലയിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. കർത്താവ് ഇങ്ങനെ ഒരു സമയം പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയോട് ഞാൻ സംസാരിക്കുവാണ്, ഈശോ എന്നോട് സംസാരിക്കും. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് പോലെയൊക്കെ ആകും. കർത്താവിനോട് പറയും, ഇങ്ങനെ പറയാൻ പറയും, സമൂഹത്തിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കർത്താവ് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അനുഭവം ഉണ്ടായി. അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ എന്നെ സ്തുതിക്കുന്ന സമയത്ത് അപ്പ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഭാഷാവരം, ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ സ്വർഗസ്നാപിതാവ് ചൊല്ലി തുടങ്ങുവാണെങ്കിൽ അത് വേറൊരു ഭാഷയിലേക്ക് പോകും. അതുപോലെ കുർബാനയുടെ സമയത്ത് സംഭവിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ വേറൊരു ഭാഷയിലേക്ക്, അതായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഞാൻ ബാക്കി ചെല്ലുന്നതെല്ലാം വേറൊരു ഭാഷയിലേക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതെൻ്റെ ഒരു അനുഭവം ഇപ്പം പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അനുഭവം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക്
ഈ കഴിഞ്ഞ മെയ് മാസം നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാമിന് ദുബായിൽ പോകാനായിട്ട് അവസരം കിട്ടി. പന്തകുസ്താ ദിവസമായിരുന്നു അവിടെ പ്രോഗ്രാം നടന്നത്. ആ സമയത്ത് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവം ഉണ്ടായി. തമ്പുരാൻ എന്നെ എന്തിനോ വേണ്ടി ഒരുക്കുന്നു എന്നുള്ള ഒരു അനുഭവം. അപ്പൊ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ അതിനു മുന്നേ ഞാനത് പറഞ്ഞോട്ടെ, ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കർത്താവ് എനിക്ക് തന്നു. കർത്താവിനെ എഴുപ്പിക്കുമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര മടിച്ചാണ്. ആ വെളുപ്പിന്റെ സമയത്ത് കർത്താവിനെ വിളിക്കുന്നുള്ള ബോധ്യം കൊണ്ട് ഞാൻ എഴുന്നേക്കും, കണ്ണു തുറക്കും. പക്ഷെ ബെഡേന്ന് പൊങ്ങില്ല, വീണ്ടും കിടന്ന് ഉറങ്ങും. പക്ഷെ 2014 സെപ്റ്റംബർ മാസം തൊട്ട് എനിക്ക് ഭയങ്കര നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി എടുപ്പിക്കും. നമ്മളിങ്ങനെ സ്ക്രൂ ഒക്കെ ഇട്ട് ആരെങ്കിലും കുത്തി ഏൽപ്പിക്കുന്ന ഒരു അനുഭവം. പിന്നെ കിടക്കാൻ പറ്റാതെ എഴുന്നേറ്റാൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി തമ്പുരാൻ തമ്പുരാൻ തന്നെ ഏൽപ്പിക്കുന്നതാണ്. എന്തായാലും നേരെ വഴിയെ പോകുന്നില്ല. അപ്പൊ തമ്പുരാൻ തന്നെ ഏൽപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. അപ്പോൾ അന്ന് തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്തുതിപ്പിന്റെ സമയത്തൊക്കെ ഭയങ്കര അനുഭവം. കാരണം എനിക്ക് ശരീരമൊക്കെ എനിക്ക് തുള്ളി തറച്ച് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. എടുത്തടിച്ച് മറിക്കുക, അതായത് നമ്മൾ ട്രെഡ്മില്ലൊക്കെ ഓടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി തമ്പുരാൻ എന്നെ എന്തിനു വേണ്ടി ഒരുക്കുവാന്ന്. അത് കഴിഞ്ഞ് ദുബായിൽ നേഴ്സസ് മിനിസ്റ്റർ പ്രോഗ്രാമിന് പോയി. ആ സമയമൊക്കെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് എൻ്റെ ചിന്ത ഒരു മാത്രമേ ഉള്ളൂ, ആത്മാവിൽ നിറയെ കർത്താവ് എനിക്ക് വേണ്ടി എന്തോ ഒരുക്കുന്നു എന്നുള്ളത്. അത് എനിക്കെന്തോ തരാൻ വേണ്ടിയാണ് അത് കൊണ്ടുപോകുന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടെ പ്രോഗ്രാം കഴിഞ്ഞു. പ്രോഗ്രാമിന് എനിക്ക് ഭയങ്കര അനോയിന്റിങ് ആയിരുന്നു. വലിയ വെളിപാടുകളാണോ ദർശനമാകുമെന്ന് എനിക്കറിയില്ല. അതായത് സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഈശോ എനിക്ക് കാണിച്ചു തരുവാണ്. അപ്പൊ ഈശോയുടെ മുന്നിൽ ഞാനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുവാണ്, ഞാനിങ്ങനെ ഈശോയുടെ എന്നെ ഇങ്ങനെ ഒരു ചെയറിൽ ഇരുത്തിയേക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്തുതിക്കുമ്പോൾ ആരും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലോങ് ഉടുപ്പുകൊണ്ട് എന്നെ ഇടിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവിന്റെ രൂപത്തിൽ വന്ന് എൻ്റെ നെറ്റിയിൽ നിന്നൊരു 3 കല്ലുകൾ എൻ്റെ നെറ്റിയിൽ നിന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കാണുകയാണ് വലിയൊരു വിവാഹ വിരുന്ന് അവിടെ നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിതാവായ ദൈവം സംസാരിക്കുന്ന പോലെ ഇന്ന് പുത്രനുമായിട്ടുള്ള നിന്റെ വിവാഹമാണ്. അതായത് 2 ഹൃദയങ്ങൾ ഒന്നിച്ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് ഈശോ ഇങ്ങനെ കാണിച്ചു തരുവാണ്. അത് കഴിഞ്ഞിട്ട് സകല വിശുദ്ധരെയും മാലാഖമാരെയും പരിശുദ്ധ അമ്മയും മിസ്റ്റർ യോസേപ്പിനെയും ഒക്കെ കാണുവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈശോ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇനി നിന്റെ അപ്പൻ യോസേപ്പ് പിതാവ് അമ്മയും നിനക്ക് എപ്പോഴും സഹായത്തിനുണ്ടാവും. എല്ലാം പിന്നെ വിശുദ്ധരെന്നല്ല ഇനി പറയേണ്ട, നിന്റെ സഹോദരനാണ് അവര്, സ്വർഗത്തിലെ നിന്റെ സഹോദരനാണ്. അപ്പം അങ്ങനെ വലിയൊരു അനുഭവത്തിലേക്കൊന്നും ഞാൻ വലിയൊരു അനുഭൂതിയിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരിക്കുവാണ്, ലയിച്ചു ചേർന്നിരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനുഭവം ഉണ്ടായി, എനിക്ക് തോന്നലാണോ ഇല്ലോ ഒന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ധ്യാനം എല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എപ്പോഴും ആ ഒരു വിഷനാണ്. അത് കഴിഞ്ഞ് ബ്രദർ സംസാരിച്ചു മരണത്തെക്കുറിച്ചുള്ള സന്തോഷമാണ്. അത് വളരെ കറക്റ്റാണ്. കാരണം മരണം എന്ന് പറഞ്ഞൊരു പേടിയില്ല. കാരണം എനിക്കിപ്പോൾ ഒരു വലിയ ത്രില്ലാണ് അങ്ങോട്ട് പോവുക. കാരണം വെച്ചാൽ എൻ്റെ സഹോദരൻ എല്ലാവരും അവിടെ ഉണ്ട്, ഈശോയെ എനിക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു വലിയൊരു അനുഭവത്തിലേക്ക് കർത്താവിനെ നയിച്ചു. അപ്പോൾ എനിക്കിത് പറയാൻ നിങ്ങളോടുള്ളത്, ഇതെല്ലാം വളരെ കറക്റ്റാണ്. നമ്മൾ ആദ്യമായി നമുക്ക് വേണ്ടത് എളിമയുള്ളൊരു മനോഭാവം. ഈശോയുടെ മുന്നിൽ, ഈശോയെ എനിക്കൊന്നും അറിയില്ല, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നമ്മുടെ ബുദ്ധികളെ താത്തു വെച്ചിട്ട് കർത്താവിന് മുമ്പിൽ അടിയറ പറയുക. കർത്താവ് നമ്മളെ പരിശുദ്ധ ആത്മാവ് കൊണ്ട് നിറയ്ക്കും. പിന്നെ പടിപടിയായിട്ട് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും. ഇപ്പോഴെന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊന്നും പറയാം, നീ എല്ലാം നടത്തും. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്കൊരു വലിയ ബോധ്യമാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നു. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത്ര സമയം എന്നെ കേട്ടതിന് താങ്ക് യു ജീസസ്.